പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കവളപ്പാറയിലെ ദുരന്തബാധിതരെ സന്ദർശിക്കുകയാണ്. തത്സമയം നമുക്ക് ഒപ്പം റോഷിപാലുണ്ട്. റോഷിപാൽ, കവളപ്പാറയടക്കം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി തീരും. നേരത്തെ PVN ഒരു പോസ്റ്റിട്ട് കുടുങ്ങിയതാണ്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ കവളപ്പാറയിലെ ദുരന്തബാധിതര്, നിലമ്പൂരിലെ പ്രളയബാധിതരായിട്ടുള്ള മനുഷ്യർ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ, ഇവരൊക്കെ ഇപ്പോഴും പൂർണ്ണമായിട്ടും റീസെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു വാദം UDF-നുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കവളപ്പാറ സന്ദർശിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, തീർച്ചയായും ജനകീയ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് കവളപ്പാറ ദുരന്ത ബാധിതരെ ഇതുവരെ അവരെ പുനരധിവാസം പൂർത്തിയായില്ലെന്ന വിഷയം UDF തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും UDF-ന്റെ മറ്റു നേതാക്കളും, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ VS ജോയ്, AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ കവളപ്പാറയിലെ ദുരന്ത ബാധിതരെ കാണുന്നത്. ദുരന്ത ബാധിതരെ കണ്ട് അവർക്ക് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുക എന്ന ഉദ്ദേശം കൂടിയാണ്. കാരണം അവരെ ഇതുവരെ പുനരധിവസിപ്പിച്ചില്ല. അവർ ദുരിതബാധിതരായി ഇപ്പോഴും ജീവിക്കുന്നു എന്ന ആരോപണം, അത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന ആരോപണം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞതാണ്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി കവളപ്പാറയിലെ ദുരന്ത ബാധിതരുടെ ദുരിതം അത് മാറ്റാനുള്ള തീരുമാനമാണ്. അതിന്റെ ഭാഗമായി വേണം ഈ സന്ദർശനത്തെയും കാണാം. ഇന്ന് വി പ്രകാശിന്റെ വീട്ടിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിച്ചു. നേരത്തെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ PV അൻവർ ആ വീട്ടിലെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് മണ്ഡലത്തിലുണ്ടാവും. കവളപ്പാറ സന്ദർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിനുശേഷം വി പ്രകാശിന്റെ വീട്ടിലും സന്ദർശനം നടത്തുമെന്നാണ് റോഷിപാൽ അറിയിച്ചത്.